പക്ഷെ അമിതമായ ജനാധിപത്യം അതൊരു രാജ്യത്തെ അപകടത്തിലേക്ക് നയിക്കും. ചൈന ഇപ്പം പറയുന്നതും അതുതന്നെയാണ്. അതുകൊണ്ടാണ് കുറച്ചും കൂടി തീവ്രമായിട്ടുള്ള ഒരു നിലപാടുകളിലേക്ക് ചൈന കടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ജൂലൈ 1-ാം തീയതിയാണ് അവരുടെ പുതിയ നിയമം എത്നിക് യൂണിറ്റി ലോ, വംശീയ ഏകീകരണ നിയമം പ്രാബല്യത്തിൽ വന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതലും വിമർശനങ്ങളാണ് പലരും ഉയർത്തുന്നത്. കാരണം ന്യൂനപക്ഷങ്ങളുടെ മതപരവും സാംസ്കാരികപരമായിട്ടൊക്കെയുള്ള സ്വത്വത്തിന് ഇത് വലിയ രീതിയിലുള്ള അപകടം സൃഷ്ടിക്കുമെന്നാണ് വിമർശകർ ഉന്നയിക്കുന്ന പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു നിയമത്തിൻ്റെ ആവശ്യം? എല്ലാ ഭരണകൂടങ്ങളും പുതിയ കാലത്ത്, പ്രത്യേകിച്ച് 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ കേന്ദ്രീകൃത സ്വഭാവമുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തുള്ള ഭരണാധികാരികളെ നമ്മൾ ശ്രദ്ധിക്കും, അവരും സ്വേച്ഛാധിപതികളായി മാറുകയോ മാറ്റം ചെയ്യപ്പെടുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചൈനയെക്കുറിച്ചും സംസാരിക്കുന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ള പാർട്ടി കോൺഗ്രസ്സിൽ വെച്ചാണ് ചൈനയുടെ ചെയർമാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അയാൾ തന്നെയാണ് ചെയർമാൻ എന്ന് വരുന്ന തരത്തിലുള്ള നിയമം പാസ്സാക്കിയെടുക്കുകയും എക്കാലത്തേക്കും ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് ഉള്ള സംവിധാനത്തിലേക്ക് അവർ മാറിയത്. അത് സ്വേച്ഛാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ടാണ് ലോകം വിലയിരുത്തിയത്. കാരണം നേരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഭരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വേച്ഛാധിപത്യം എന്നുള്ളത് ശരിയായിരുന്നെങ്കിലും അത് നേതാക്കളുടെ സ്വേച്ഛാധിപത്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ തരത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ ഒറ്റ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരിക്കുന്ന കാലത്തോളം അയാൾ തന്നെയായിരിക്കും ചെയർമാൻ, അല്ലെങ്കിൽ ചൈനയുടെ അധികാരി എന്ന നിലക്ക് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോഴൊന്നും തന്നെ അവരുടെ മൈനോറിറ്റി വിഷയങ്ങളോ അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രശ്നങ്ങളോ അവർ പരിഗണനയ്ക്കെടുത്തിരുന്നില്ല. കാരണം നൂറുകണക്കിന് ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ഇന്ത്യയിൽ ഒരുപാട് ഭാഷകളുണ്ടെങ്കിലും ചൈനയുടെ അത്ര ഒരിക്കലും നമുക്ക് എത്താനായിട്ട് പറ്റില്ല. അത്രമാത്രം ഭാഷകൾ സംസാരിക്കുന്ന ചൈനയിൽ ഭാഷയുടെ ഒരു ഏകീകരണ സ്വഭാവത്തെക്കുറിച്ച് കൂടി ഈ പുതിയ നിയമം ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളൊരു ഭാഷ സംസാരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അത് ചൈനയിലെ ഏറ്റവും കൂടുതൽ 70% ആളുകൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മന്ദാരിൻ എന്ന് പറയുന്ന ചൈനീസ് ഭാഷ ഉപയോഗിക്കണം എന്നാണ് ഇപ്പോൾ പുതിയ നിയമം ആവശ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ എല്ലാവരും ഒരേ ഭാഷ തന്നെ സംസാരിക്കുന്ന തരത്തിലേക്ക് മാറണം. എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്ന രീതിയിലേക്ക് മാറുക എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ സംസ്കാരങ്ങളെ തന്നെ ഉപേക്ഷിക്കുക എന്നർത്ഥം. ഭാഷ എന്ന് പറയുന്നത് സംസ്കാരമാണ്. ഒരു ഭാഷ, ഇപ്പം മലയാളം, നമ്മൾ മലയാളം സംസാരിക്കുന്നതിൻ്റെ പേരിലാണ് നമുക്കൊരു മലയാളി സംസ്കൃതി ഉള്ളത്. തമിഴ് സംസാരിക്കുന്നവൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് തമിഴിൻ്റെ സംസ്കാരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സംസ്കാരം, കന്നഡക്കാരൻ, അങ്ങനെ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിട്ടുള്ള സംസ്കൃതി ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇത് തന്നെയാണ് ചൈനയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ചൈന അത് മാറ്റാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ചൈനയ്ക്ക് ഒറ്റ സംസ്കാരം മതി എന്നുള്ള തലത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ഒറ്റ ഭാഷ എന്ന് പറയുന്ന പ്രയോഗം വരുന്നത്. എത്തനിസിറ്റി, അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റിയാണ് ഈ എത്തനിക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മലയാളികൾ അമേരിക്കയിൽ പോയാലും മലയാളി തന്നെയായിട്ടാണ് ജീവിക്കുന്നത്. ചൈനയിൽ പോയാലും മലയാളി തന്നെയായിട്ടാണ് ജീവിക്കുന്നത്. ജർമ്മനിയിൽ പോയാലും മലയാളി തന്നെയായിട്ടാണ് ജീവിക്കുന്നത്. ഇതിനെയാണ് നമ്മുടെ എത്തനിക് കൾട്ട് എന്ന് പറയുന്ന സാധനം. ആ എത്തനിക് കൾട്ട് ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റരുത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ്, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന്. അപ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ നാനാത്വത്തിലെ ഏകത്വം എന്നുള്ളതാണ്. ചൈനയിലും ഒരു പരിധിവരെ അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും അവരുടെ വസ്ത്രധാരണ രീതികളുമൊക്കെ ഇത്തരത്തിൽ ഭയങ്കര മൾട്ടിഫേറിയസ് ആയിട്ടുള്ള സാധനമാണ്. എന്നുവെച്ചാൽ ബഹുമുഖ സ്വഭാവമുള്ള തരത്തിലാണ് അവിടുത്തെ ജനതയും ജീവിച്ചിരുന്നത്. ഇതിനെ എങ്ങനെ ഏകീകരിക്കാം എന്നതാണ് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ആലോചന. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരം, വ്യത്യസ്തമായിട്ടുള്ള ജീവിത രീതികൾ, അതൊക്കെ തന്നെ ഓരോ ജനതയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും അതേപോലെ തന്നെ അവരുടെ ജനാധിപത്യ ബോധത്തിൻ്റെയും ഒക്കെ ശക്തിയായിട്ട് നിലനിൽക്കും. അത് വേണ്ട. നിങ്ങൾ ഒറ്റ ഭാഷ സംസാരിക്കുക,
അങ്ങനെ ഒറ്റ ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേപോലെ ആയിത്തീരും. ഇതെനിക്ക് തോന്നുന്നത് ഈ അല്ല, ഒരേപോലെ ആക്കുക എന്നതാണ് ഉദ്ദേശം. ഒരേപോലെയൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത് എന്നുള്ള പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? വർക്കേഴ്സ് ഓഫ് ആൾ കൺട്രീസ് യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലോസ് ബട്ട് ഓൺലി ചെയിൻസ് എന്നുള്ളതാണ്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈച്ചങ്ങലകളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് മാർക്സ് പറഞ്ഞ ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ ഗ്ലോബലൈസേഷൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ ആദ്യത്തെ വക്താക്കൾ എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകളായിരുന്നു. ശരി. അല്ല, മാഷ് പറഞ്ഞു വരുന്നത് നമ്മുടെ മതം അല്ലെങ്കിൽ സംസ്കാരം, ഭാഷ, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ടല്ലോ, ഇതിനേക്കാളും ഒക്കെ ഉപരി നമ്മളെല്ലാവരും തൊഴിലാളികളാണെന്നുള്ള ബോധത്തിലേക്ക് വരണം എന്നാണോ? അല്ല, അതിനെയൊക്കെ മറന്നുകൊണ്ട് അന്ന് അങ്ങനെ പറയുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് അതിനുണ്ടായിരുന്നു. അല്ലാതെ തൊഴിലിന്റെ കാഴ്ച രീതിയിലാണല്ലോ ഒന്നാവുന്നത്. തൊഴിൽ കാരണം ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും പണിയെടുക്കുകയാണ്. അതെ, തൊഴിലിൻ്റെ കാര്യത്തിൽ അതായത് ലോകത്തുള്ള എല്ലാ തൊഴിലാളികളും ഒരുമിച്ച് ചേരുന്ന സമയത്താണ് തൊഴിലാളി വർഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗം ഉണ്ടാകുന്നത്. ആ വർഗത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് അല്ലെങ്കിൽ ഒരു ഫിലോസഫിയാണ് മാർക്സിസം മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് കമ്മ്യൂണിസവും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ യഥാർത്ഥത്തിൽ വന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണുന്ന ഒന്നാണ്. അവരെല്ലാവരും ഒരു ഭാഷ സംസാരിക്കണം എന്ന് നിർബന്ധിക്കുന്ന സമയത്ത് അത് ഒരു ഓട്ടോക്രാറ്റിൻ്റെ ശബ്ദമാണ്. അവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതുകൊണ്ടാണ് ഒരുപാട് എതിരഭിപ്രായങ്ങൾ അതിനെതിരെ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർ മറ്റ് പലയിടങ്ങളിൽ പോയി താമസിക്കുന്ന ആളുകളാണ് ഇപ്പോൾ അഭിപ്രായം പറയുന്നത്. ചൈനക്കാരൊന്നുമല്ല അഭിപ്രായം പറയാം. ചൈനയ്ക്ക് പുറത്തുള്ള ചൈനീസ് പഠിക്കുന്ന, ചൈനീസ് സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന പ്രൊഫസർമാരും മറ്റുമൊക്കെയാണ് ഇപ്പോൾ അതിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. ഇതിലിപ്പോ ചൈനയിൽ നിന്ന് നമ്മൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അല്ല, ചൈനയിൽ നിന്ന് അങ്ങനെ ശബ്ദം കേൾക്കാനും ബുദ്ധിമുട്ടാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചൈന ഇതിൽ പറയുന്നത് അവരുടെ നാഷണൽ യൂണിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ സെപ്പറേറ്റിസത്തെ, തീവ്രവാദത്തെ ചെറുത്ത് നിൽക്കുക, ഇതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് നിങ്ങൾ അതിൽ കൃത്യമായിട്ട് ഇതിൽ സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വിവിധ ഭാഷകളായിരിക്കാം, നിങ്ങൾക്ക് മറ്റ് ചരിത്രം ഉണ്ടായിരിക്കാം, ഇതൊക്കെ സംരക്ഷിക്കപ്പെടണമെങ്കിൽ പാർട്ടിയുമായിട്ട് കീഴ്പ്പെട്ട് നിൽക്കുക, അല്ലെങ്കിൽ സിംഗിൾ ചൈനീസ് നേഷൻ എന്ന് പറയുന്ന ഒരു പബ്ലിക് കോൺഷ്യസ്നെസ് ഉണ്ട്. ഇതിനൊപ്പം ആ പൊതുബോധത്തിനൊപ്പം നിങ്ങളും വരണം. അല്ല, പൊതുബോധത്തിനൊപ്പം അവർ വേണം എന്ന് പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസത്തിന് പ്രസക്തിയില്ല. പൊതുബോധത്തിനൊപ്പം അവർ വേണമല്ലോ. അതൊരു ഇൻക്ലൂസീവ് ക്യാരക്ടറാണ്. ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഒന്നിനെയാണ് നമുക്ക് ഇൻക്ലൂസീവ് എന്ന് പറയാൻ പറ്റും. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ സംസാരിക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതരുത് എന്ന് പറഞ്ഞതിനെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ ടിബറ്റൻ ഭാഷ എന്ന് പറയുന്നത് ടിബറ്റിൽ മാത്രമല്ല, ചൈനയിലെ പല ഭാഗങ്ങളിലും, ചൈനയുടെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഈ ടിബറ്റൻ ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടിബറ്റിലെ കുറേയധികം ആളുകൾ പ്രവാസികളായി പുറത്തു പോയിട്ടുള്ള ആളുകളുണ്ട്, അവരും അതൊക്കെ സംസാരിക്കുന്നുണ്ട്. ടിബറ്റൻ മാത്രമല്ല, യു, അതേപോലെ തന്നെ ഹാൻയു എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഭാഷകൾ അവിടെ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം ഭാഷകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന് പകരമായിട്ട് നിങ്ങളെ മന്ദാരിൻ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ചൈനീസ് ഭാഷ മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല ജനാധിപത്യ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആൾ പറയും, നീ അതൊന്നും അംഗീകരിക്കണ്ട, നീ ചൈനക്കാരനല്ല. നമ്മളതിനെക്കുറിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നതാണ്. കാരണം ഇപ്പോൾ ഇവിടെയുണ്ട് ഇന്ത്യയിലെ പ്രശ്നമില്ലേ, വൺ നേഷൻ വൺ ലാംഗ്വേജ് അല്ലേ? ഇവിടെ നിങ്ങൾ ഹിന്ദി മാത്രം സംസാരിക്കാൻ മതി എന്ന് പറഞ്ഞാൽ നമ്മളതങ്ങനെ സംസാരിക്കാൻ തയ്യാറല്ല, നമ്മളതിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറല്ല. കാരണം അത് ശരിയല്ല. നിങ്ങൾ ഹിന്ദിയും കൂടി പഠിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാം, ഹിന്ദിയും കൂടി പഠിക്കുമെന്ന് പറയുന്നത് അംഗീകരിക്കാം. കാരണം നിങ്ങൾ മലയാളത്തിൽ സംസാരിക്കുകയും മലയാള സംസ്കാരം പുലർത്തുകയും ചെയ്യുക, ഒപ്പം നിങ്ങൾ ഹിന്ദി ഭാഷ കൂടി പഠിക്കുകയും അത് നല്ലതാണ്. കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഷയല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാവുന്ന, നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ അതിന് പകരം നിങ്ങൾ മലയാളം സംസാരിക്കേണ്ട, ഹിന്ദി മാത്രം സംസാരിച്ചാൽ എന്ന് പറഞ്ഞാൽ അതാണ് ചൈന ചെയ്യുന്നത്. ഇപ്പോൾ അത് തന്നെ ചൈന ചെയ്തിട്ടിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതാണ് ആ പൊതുബോധം എന്ന് പറയുന്നത്. ഇപ്പൊ ഹിന്ദി എന്ന് പറയുന്ന ഒരു പൊതുബോധം ഉണ്ട്, ഒരു ബോധമുണ്ട്.
ആ ഹിന്ദി എന്ന് പറയുന്ന ബോധത്തിലേക്ക് മലയാളിയും തമിഴനും ആന്ധ്രാപ്രദേശിലുള്ള ആളും അല്ലെങ്കിൽ തെലുങ്കാനയിലുള്ള ആളും എല്ലാവരും കൂടി വരണം എന്ന് പറയുന്ന ഒരു സംഗതി അത് അപകടമല്ലേ? അല്ല, അവരൊക്കെ അത് പഠിക്കണം എന്ന് പറഞ്ഞാൽ അപകടമൊന്നുമില്ല. അല്ല നിങ്ങൾ അതൊക്കെ അത് മാത്രമേ പഠിച്ചാൽ മതി എന്ന് അല്ല പറഞ്ഞാൽ അവർക്ക് അവരുടേതായ സംസ്കാരമുണ്ട്. ആ. അതിനെയൊക്കെ മറന്നുകൊണ്ട് ഹിന്ദിയിലേക്ക് നിങ്ങൾ എല്ലാവരും വന്നു ചേരണം. അതാണ് ഒരു കണക്കിന് ചൈനയും പറയാൻ ശ്രമിക്കുന്നത്. അത് അപകടമാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ അമിത്ഷാ കഴിഞ്ഞ വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുന്നത് ഹിന്ദിയിൽ മാത്രം സംസാരിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്ന എല്ലായിടത്തും ഹിന്ദിയിൽ സംസാരിക്കുന്നുള്ളൂ. പത്രക്കാരോട് സംസാരിക്കുന്ന ഹിന്ദിയിൽ സംസാരിക്കും. അയാൾ ഹിന്ദിയിൽ സംസാരിക്കുള്ളൂ. അയാൾ ഹിന്ദിയിൽ മാത്രം സംസാരിക്കുകയും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഹിന്ദിയിൽ സംസാരിക്കേണ്ടി വരും. മനസ്സിലായി? അപ്പോൾ ഹിന്ദി പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ആശയവിനിമയ സാധ്യതയുള്ളൂ എന്ന് പറയുന്ന സെൻസ് ഉണ്ടാക്കുന്നത് അപകടമാണ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഹിന്ദിയും കൂടി പഠിക്കണം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാം. മലയാളം നമ്മുടെ ഒരു കൾച്ചർ, നമ്മളുടെ ഒരു സംസ്കാരം, നമ്മളുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ എത്തനിസിറ്റി എന്നൊക്കെ പറയുന്നത് മലയാളമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ പല ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ശരി, ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം പല രാജ്യങ്ങളിലും അവരുടെ ഭാഷയ്ക്ക് പ്രാധാന്യം നൽകുകയാണ്. ഇവിടെ നിന്ന് ഇപ്പം പുറത്ത് പഠിക്കാൻ പോകുന്ന നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളും ആളുകളൊക്കെ ഉണ്ട്. ചിലർക്ക് ഇറ്റാലിയൻ പഠിക്കേണ്ടി വരുന്നു, ജർമ്മൻ പഠിക്കേണ്ടി വരുന്നു. ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ ആ രാജ്യത്തേക്ക് പഠനത്തിനായിട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നതിൻ്റെ പേരിൽ ജർമ്മനിയും ഇറ്റാലിയനൊക്കെ പഠിപ്പിക്കുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലുണ്ട്. മിക്കവാറും എല്ലാ താലൂക്കുകളിലും ഉണ്ട് ഇത്. ജർമ്മൻ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ താലൂക്കുകൾ, ഫ്രഞ്ച് സ്കൂളുകൾ എല്ലാ താലൂക്കുകളിലും. അല്ല കാരണം ഇവിടെയൊക്കെ അത് പഠിച്ച് നമ്മളെന്തിനാണ് അത് പഠിച്ചു പോകുന്നത്? നമ്മളത് പഠിച്ചു പോകുന്നത് നമുക്ക് ജോലി കിട്ടുന്നതിനും നമ്മുടെ ജീവിതത്തെ മറ്റൊരു രീതിയിലേക്കും ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ നിങ്ങൾ മലയാളം പഠിക്കണമെന്ന് അവർ പറയുന്നില്ല. അല്ല ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ പല രാജ്യങ്ങൾ ചെയ്യുമ്പം ഇവിടെ ഹിന്ദി പഠിക്കണം എന്ന് അമിത്ഷാ പറയുന്നതിന് നമുക്ക് എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ പറ്റും? അത് ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദി പഠിക്കണം. ഹിന്ദിയെ പഠിക്കാൻ പാടുള്ളൂ. ഹിന്ദി മാത്രം മതി എന്ന് പറയുന്നതാണ് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അത് തന്നെയാണ് ഈ ചൈനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ ഇതുവരെ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചൈനയിൽ നിലനിൽക്കുന്ന വിഭിന്നമായ വ്യത്യസ്തമായ ഭാഷകൾ നിലനിർത്തണം, അത് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ഭാഷയെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. കാരണം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഭാഷയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കവും ഒരു കാരണവശാലും അംഗീകരിക്കാനായിട്ട് പാടില്ല. ലിംഗ്വിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞുതരും. നമുക്ക് ഈ ഭാഷാ പണ്ഡിതന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ കൃത്യമായിട്ട് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മളത് പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഭാഷയിൽ, മാതൃഭാഷയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് പോലെ മറ്റ് ഭാഷകളിൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. നോക്കൂ, മലയാളത്തിൻ്റെ ഒരു ക്ലാസ്സിൽ മലയാളികളായിട്ടുള്ള ആളുകൾ പോയിരിക്കുകയും മലയാളത്തിൽ അധ്യാപകൻ അവിടെ ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ക്ലാസ്സിൽ പല സമയത്തും പൊട്ടിച്ചിരികളും അതേപോലെ തന്നെ നർമ്മഭാഷണങ്ങളും ഇങ്ങനെ തുള്ളിത്തുളുമ്പി വരും. ഇതേ ക്ലാസ്സിലെ കുട്ടികളെ ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ വന്ന് നർമ്മം പറഞ്ഞാലൊന്നും ആ കുട്ടികൾക്ക് അങ്ങനെ പൊട്ടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ വേവ് ലെങ്ത്തിൽ അത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അധ്യാപകൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്നത് വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും അതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള നർമ്മങ്ങൾ വിളംബരം ചെയ്യുന്നു. ഒരു അധ്യാപകനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ആ ക്ലാസ്സിനെ ചിരിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൃത്യമായിട്ട് കുട്ടികൾക്ക് അത് മനസ്സിലാക്കി പോകുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പലരുമായിട്ട് സംസാരിക്കും. ഇപ്പോൾ നമുക്ക് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടി നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അവിടെ നിങ്ങൾക്ക് സ്വസിദ്ധമായിട്ടുള്ള നിങ്ങളുടെ ആഹ്ലാദങ്ങൾ പങ്കുവെക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ മാതൃഭാഷ എന്ന് പറയുന്നത് വളരെ പ്രമുഖവും പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുന്നത്. അത് ആർക്കാണ് മനസ്സിലാവാത്തതെന്ന് എനിക്കറിയില്ല. ഇവിടെ ചൈനയുടെ പ്രശ്നം അത് മാത്രമല്ല. ഇപ്പോൾ ചൈന പഴയ കാലത്ത് അല്ലെങ്കിൽ ഈ പുതിയ മൈനോറിറ്റി ഏകീകരണ നിയമം വരുന്നതിന് മുമ്പ് ചൈനയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ ഭാഷയും വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മളുടെ മുന്നേറ്റുള്ള പുരോഗതിക്ക് അനിവാര്യമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ ഐക്യം ഈ നിയമം ഉണ്ടാക്കും. അതോടൊപ്പം തന്നെ തീവ്രവാദ ശ്രമങ്ങളെ ഈ നിയമം ചെറുത്തു നിൽക്കും. ഇത് യഥാർത്ഥത്തിൽ ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു
ജസ്റ്റിഫിക്കേഷൻ ആണോ? ഒരു രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ, പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊരു റീസണബിൾ ആയിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ആണോ? അത് രാജ്യത്തിൻ്റെ കാഴ്ചപ്പാടിൽ നീതീകരിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു വാദമായിട്ട് മുന്നോട്ട് വെച്ചാൽ പോലും അത് ശരിയല്ല എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് എടുക്കേണ്ട, മനുഷ്യ എന്ന നിലക്ക് എടുക്കേണ്ട നിലപാടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തിനാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒരുപോലെ ഇരിക്കാൻ വേണ്ടി. ഇവിടെ RSS പറയാറുണ്ട്, ഇന്ത്യ എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും എല്ലാ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളാണ് എന്നവർ പറയും. ഹിന്ദുക്കളാണെന്ന് എന്തിനാണ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ മുസ്ലിങ്ങളായിട്ട് നടക്കട്ടെ, ക്രിസ്ത്യാനികളായിട്ട് നടക്കട്ടെ. പക്ഷേ അവരെന്ത് ചെയ്യണം? ഇന്ത്യയുടെ ദേശീയതയെ ഉൾക്കൊള്ളുകയും അതിനെ ഒപ്പം നിൽക്കുകയും അതിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. പക്ഷേ അതിനവർ മുസ്ലിം അല്ലാതാവേണ്ടതില്ല, ക്രിസ്ത്യാനി അല്ലാതാകേണ്ടതില്ല. ഈ കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാവണം. ആ കാഴ്ചപ്പാടാണ് നമ്മളുടെ മൾട്ടി റിലീജിയസ് സൊസൈറ്റിയുടെ സവിശേഷത എന്ന് പറയുന്നത്. ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നമുക്ക് ഒരു മൾട്ടി റിലീജിയസ് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും? എന്നുവെച്ചാൽ ഒരു ജാതി ആവണമെന്നല്ലേ പറയണതിൻ്റെ അർത്ഥം. അത് തന്നെയാണ് അവിടെയും പറയുന്നത്. അത് പുതിയ കാലത്തിൻ്റെ മുദ്രാവാക്യമായിട്ട് ഞങ്ങൾക്ക് ഓരോ രാഷ്ട്രവും സ്വേച്ഛാധിപത്യത്തിൽ കേന്ദ്രീകൃതമാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇസ്ലാം ആകാം, ക്രിസ്ത്യാനിയാകാം, നിങ്ങളുടെ വിശ്വാസവും ഒക്കെ നിങ്ങൾക്ക് ആചരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അപ്പോഴും അവിടെ ഒരു പബ്ലിക് കോൺഷ്യസ്നെസ് ഉണ്ട്. ആ പബ്ലിക് കോൺഷ്യസ്നസ് ഒരു പക്ഷേ അത് ഹിന്ദുത്വമായിരിക്കാം, അല്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ഒരു പബ്ലിക് കോൺഷ്യസ്നെസ് ആവാം. ഇതിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ്. അതിനെതിരെ പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനെതിരെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. വ്യത്യസ്തമായിട്ടുള്ള ഭാഷ സംസാരിച്ചും ആ ഭാഷ മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുന്ന ആളുകൾ ചൈനയ്ക്കെതിരെ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ചൈനീസ് പൗരനാണ് എന്ന് വെച്ചാൽ നിങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് ചൈന എന്ന് പറയുന്ന ദേശീയത തന്നെയാണ്, നാഷണാലിറ്റി തന്നെയാണ്. അല്ല, ഇപ്പം പലരും ഭയപ്പെടുന്നുണ്ട് സമഗ്രാധിപത്യത്തിലേക്ക് പല രാജ്യങ്ങളും പോകുന്നതിൻ്റെ പിന്നിൽ ആ രാജ്യങ്ങൾക്കുള്ളിൽ സെപ്പറേറ്റിസം വളരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു രാജ്യത്ത് ഒരു പബ്ലിക് കോൺഷ്യസ്നസ് ഉണ്ടെങ്കിൽ, ഒരു പൊതുബോധം ഉണ്ടെങ്കിൽ, ആ പൊതുബോധത്തെ അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടേതായ ഒരു സാധനം സ്ഥാപിക്കാനായിട്ട് പലരും ശ്രമം നടത്തുന്നു. ഇപ്പം നമ്മളെ ഇലോൺ മസ്ക് ഈ മാഞ്ചസ്റ്ററിൽ മൊഹറം ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ അധികം ആളുകൾ അവരുടെ ആചാരം വന്നിട്ട് തെരുവിൽ പ്രകടിപ്പിച്ചു. അദ്ദേഹം വലിയ ഭീതിയാണ് അറിയിച്ചത്. ഇത് മാഞ്ചസ്റ്റർ ആണോ എന്നിപ്പം മനസ്സിലാകുന്നില്ല, ഇസ്ലാമാബാദ് പോലെ ആയിപ്പോയി. അപ്പം ഇങ്ങനെ എന്താണ് നമ്മളെ ഡെൻമാർക്കിൽ വാങ്കുവിളി, ഡെൻമാർക്കിൻ്റെ കൂരയിൽ മുകളിൽ നിന്ന് ഉയരുന്നത്, വലിയ ശബ്ദത്തിൽ ഉയരുന്നത് ബാൻ ചെയ്യണമെന്ന് ഉള്ള പ്ലാനുകൾ അവർ നടത്തുന്നു. അപ്പം ഇങ്ങനെയുള്ള ചില സെപ്പറേറ്റിസ്റ്റ് ഫോഴ്സുകൾ ആ രാജ്യത്തിൻ്റെ ഒരു പൊതുബോധത്തെ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്ന് ഇന്ത്യ ഭയപ്പെടുന്നുണ്ട്, ചൈന ഭയപ്പെടുന്നുണ്ട്, മറ്റു പല രാജ്യങ്ങളും ഭയപ്പെടുന്നുണ്ട്. ശരിയാണത്. അത് ഒരു പ്രശ്നമാണ്, തീവ്രവാദം. ഇപ്പം നോക്കുക, ഇന്ത്യയിൽ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ ഇലോൺ മസ്കിൻ്റെ ഉദാഹരണത്തിലേക്ക് പോകണ്ട. ഇന്ത്യയിൽ അതിന് ഉദാഹരണം ഉണ്ടല്ലോ. സിഖ് തീവ്രവാദം ശക്തി പ്രാപിച്ച സമയത്ത് അവർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഖാലിസ്ഥാൻ വേണമെന്നല്ല പറഞ്ഞു. ഖാലിസ്ഥാൻ. അപ്പം ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു? പുറത്തു കിടക്കുന്നു. അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല, നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം പ്രശ്നങ്ങളാണ്. അതായത് സെപ്പറേറ്റിസം അല്ലെങ്കിൽ തീവ്രവാദം, അത് നാഷണാലിറ്റിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് നാഷണാലിറ്റി എന്ത് ചെയ്യുന്നത്? അതിനെതിരെ ഇത്തരത്തിലുള്ള കവചങ്ങൾ തീർക്കുന്നത്. പക്ഷെ ഇങ്ങനെ തീർക്കുന്ന കവചങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഏകാധിപത്യത്തിൻ്റെ സ്വഭാവ സവിശേഷത ഉണ്ടാവുകയും അതാത് എത്നിക് പീപ്പിളിനെ എന്ത് ചെയ്യുന്നു? അവരുടെ എത്നിസിറ്റിയിൽ നിന്ന് വിമുക്തമാക്കാനായിട്ട് ശ്രമിക്കുകയും അവരാ ഒരു ജനതയായിട്ട് അംഗീകരിക്കപ്പെടാത്ത ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. മലയാളിയിൽ നിന്ന് ഈ മലയാളിത്വം എന്ന് പറയുന്നത് പറിച്ചെടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇപ്പോൾ എന്താണ് 10-28 സംസ്ഥാനങ്ങൾ ഉള്ള ഒരു രാജ്യത്ത് അത്രയും ഭാഷകളുള്ളൂ. ഞാൻ ചൈനയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 100-ലധികം ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ അത് മാറ്റാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ 70% ആളുകൾ എന്ത് സംസാരിക്കുന്നുണ്ട്? അവരുടെ മെയിൻ ഭാഷ സംസാരിക്കുന്നുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ചൈനീസ് ഭാഷ എന്ന് പറയുന്ന മന്ദാരിൻ എന്ന് പറയുന്ന സാധനം അവർ സംസാരിക്കുന്നുണ്ട്. 70% സംസാരിക്കുന്നുണ്ട്. ചൈനയിലെ 9% ഈ മൈനോറിറ്റി വിഭാഗങ്ങൾ.
അതിലേറ്റവും കൂടുതലുള്ളത് ഉയ്ഗുർസും ടിബറ്റൻസ് അതുപോലെ മൊങ്കോളിയൻസിനൊക്കെ പോലുള്ള വിഭാഗങ്ങളാണ്. അപ്പം ഈ നമുക്കറിയാലോ ടിബറ്റിൻ്റെ പ്രശ്നം, അവർ നിരന്തരമായിട്ട് ഇപ്പോഴും അവരിപ്പോൾ ഇതിൽ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഈ നിയമത്തിൽ. കാരണം അവരുടെ ഒരു തനത് സ്വത്വത്തെ പ്രകടിപ്പിക്കാനായിട്ട് ഈ നിയമം കൊണ്ട് സാധിക്കില്ല. ഒട്ടോണമസ് ആവണം, ഒരു സ്വയം ഭരണാവകാശം ഞങ്ങൾക്ക് വേണമെന്ന് എത്രയോ കാലങ്ങളായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാമയ്ക്ക് എന്താ സംഭവിച്ചത്, ദലൈലാമയ്ക്ക് എന്താ സംഭവിച്ചത് നമുക്കറിയാം. അദ്ദേഹം ഇന്ത്യയിലാണ് 60 വർഷത്തോളം, ഇപ്പോഴും ഇന്ത്യയിൽ തന്നെയാണ് കഴിയുന്നത്. അതിൻ്റെ പ്രശ്നം ഇതാണ്, അതായത് നമ്മൾ ടിബറ്റ് എന്ന് പറഞ്ഞ സ്വതന്ത്ര രാജ്യമായി നിൽക്കണം എന്ന് പറയുമ്പോൾ ടിബറ്റ് ചൈനയ്ക്ക് അകത്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് ചൈന കരുതുകയും അതുകൊണ്ട് ഇത് ചൈനയുടെ ഭാഗമാണ് എന്ന് അവർ വാശി പിടിക്കുകയും ചെയ്തു. ഇതാണ് സംഭവിക്കുന്നത്. നേരത്തെ നമ്മളിത് വളരെ രസകരമായിട്ട് ഈ ചൈന ഇന്ത്യ യുദ്ധം ഉണ്ടായ സമയത്ത് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, ചൈന അവരുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന സ്ഥലം. ആ വിഷയം തന്നെയാണ് ടിബറ്റിൻ്റെ കാര്യത്തിലുള്ളത്. ടിബറ്റുകാർ പറയുന്നത് ഞങ്ങൾക്ക് ഓട്ടോണോമി വേണം. അതെ, ഖാലിസ്ഥാൻ പറയുന്നത് പോലെയുള്ളൊരു വാചകമായിട്ടാണ് അത് ചൈന കണക്കാക്കുള്ളൂ. നമ്മൾ പക്ഷേ അതിനെ വ്യത്യസ്തമായിട്ട് കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഖാലിസ്ഥാൻ വേണമെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരെ അംഗീകരിക്കാതിരുന്നത് കൊണ്ടാണല്ലോ ഇന്ദിരാഗാന്ധി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തി ഖാലിസ്ഥാൻ വാദത്തെ ഇല്ലാതാക്കിയത്. ശരിക്കും പറഞ്ഞു അന്ന് അതിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഭിന്ദ്രൻ വാല എന്ന് പറയുന്ന ഒരു വലിയ സെപ്പറേറ്റിസ്റ്റാണ് അല്ലേ. അതുപോലെയുള്ളൊരു വിഷയമായിട്ടാണ് ചൈന ആരെ കണക്കാക്കുന്ന, ടിബറ്റിനെ കണക്കാക്കുന്നത്. അപ്പോൾ ടിബറ്റ് എന്ന് പറയുന്നത് ചൈനയുടെ ഭാഗമാണെന്ന് ചൈന വിശ്വസിക്കുമ്പോൾ ചൈനയുടെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അവരുടെ കാഴ്ചപ്പാട്. നമ്മളവർക്ക് ഓട്ടോണോമി വേണം എന്ന് ഇവിടെ ഇരുന്ന് നമുക്ക് പറയാം, അത്രേ പറ്റുള്ളൂ. ഓരോ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഒരു നാഷണൽ കൺസെപ്റ്റിനകത്ത് ഈ ഓട്ടോണോമി എല്ലാവർക്കും അനുവദിച്ചു കൊടുക്കാൻ അവർ തയ്യാറാവില്ല. നമ്മൾ പക്ഷേ ഓട്ടോണോമി അംഗീകരിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് അവരുടെ ഭാഷ ഉപയോഗിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകേണ്ടതാണ്. അല്ല, ഇപ്പം ബുദ്ധിസ്റ്റുകൾക്ക് ചൈനയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് അറിയുന്നത്. കാരണം അവരുടെ ഒരു നെറേറ്റീവും അവരുടെ ഒരു കാഴ്ചപ്പാടിനൊക്കെ ചൈന പല ഇൻവെസ്റ്റ്മെൻറ്റുകളിലൂടെ പ്രൊജക്റ്റുകളിലൂടെ മാറ്റാൻ ശ്രമിക്കുകയായിരുന്നത്. കാരണം ഈ പ്രശ്നം ചൈന കാണുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടിലേക്ക് ഈ മറ്റ് ആളുകൾ പോകുമോ എന്നുള്ളത്. അതൊക്കെ ശരിയാണ്. അവരുടെ ഒരു ഭരണകൂടം എന്നാലൊക്കെ അവരുടെ പ്രശ്നങ്ങളാണോ അല്ലേ. നമ്മളതിനകത്ത് എന്താണ് ശരി എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അവരെല്ലാം നിൽക്കുകയും അതോടൊപ്പം അവരവരുപയോഗിക്കുന്നതായിട്ടുള്ള സംസ്കാരവും അവരവരുപയോഗിക്കുന്നതായിട്ടുള്ള ഭാഷയും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്ക് നൽകുകയും ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയിൽ നമ്മൾ എന്തുകൊണ്ട് മലയാളം സംസാരിക്കാനും മലയാളിയുടെ ജീവിത രീതികളിലൂടെ വസ്ത്രധാരണ രീതിയിലൂടെ ഭക്ഷണ സമ്പ്രദായങ്ങളിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കണം. അപ്പോഴും ഞങ്ങൾ അതിശക്തമായിട്ട് ജയ് ഹിന്ദ് എന്ന് പറയും, ഞങ്ങളുടെ രാജ്യം ഇന്ത്യയാണ് എന്ന് പറയും. അപ്പോൾ നാം ഇന്ത്യൻ ദേശീയതയോട് കൂറ് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം അതിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങളില്ല. ഒരു രാജ്യത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന് സാമ്പത്തികപരമായിട്ടൊക്കെ ജനാധിപത്യം ഒരു ഫെയിലിയർ ആണെന്ന് അനുഭവപ്പെടുന്നുണ്ടോ? അല്ല, ഇത് എളുപ്പത്തിൽ തീരുന്ന ഒരു വിവാദം അല്ലെങ്കിൽ ഒരു സംവാദമല്ല. കാരണം നമുക്ക് ചൈനയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ നിബന്ധനയുള്ളത്, സർക്കാരിനെ വിമർശിക്കാൻ പറ്റില്ല. ഈ നിയമത്തിൽ പോലും ഫോറിൻ അതായത് ചൈനക്കാരായിട്ടുള്ളവർ, വിദേശത്ത് താമസിക്കുന്ന ആളുകൾ ചൈനയ്ക്കെതിരെ മിണ്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലും ഇതിൽ എഴുതിയിട്ടുണ്ട്. ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള വിഷയങ്ങളാണ്. നമുക്കതിനകത്ത് ഏകാധിപത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് ജനാധിപത്യത്തിൻ്റെ കൂടെ നിൽക്കുകയും ആ ജനാധിപത്യം പക്ഷേ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് എതിരായ രീതിയിൽ പ്രവർത്തിക്കുന്നതായി മാറാനും പാടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അല്ല, ഒരു രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ആ രാജ്യത്തിനുള്ളിൽ വളർച്ച പ്രാപിക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശരി, ഇവിടെയും സർക്കാർ കൂടുതൽ കേന്ദ്രീകൃതമായ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ
ജനാധിപത്യ സംവിധാനങ്ങളുടെ വളരെ ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ സ്വേച്ഛാധിപത്യ സംവിധാനങ്ങളുടെ ചില കെട്ടുറപ്പുകളും ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു രാഷ്ട്രത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ജനാധിപത്യത്തെ നിലനിർത്തി മുന്നോട്ട് പോകേണ്ട ഒരു സംവിധാനം ലോകത്തെല്ലായിടത്തും ഉണ്ടാകുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് കുത്തഴിഞ്ഞ ജനാധിപത്യമായിട്ട് കാര്യമില്ല, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി ആയിരിക്കും. കമ്മ്യൂണിസ്റ്റ് എന്ന് പ്രത്യയശാസ്ത്രം പൊതുവെ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം പിണറായി വീണ്ടും അധികാരത്തിൽ വരാൻ പാടില്ല. പലരും കണ്ടെത്തിയ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വീണ്ടും അധികാരത്തിൽ വന്നാൽ ജനാധിപത്യം ഇല്ലാതാകും എന്നൊരു സമീപനമാണ് പല സാംസ്കാരിക പ്രവർത്തകരും സ്വീകരിച്ചത്. അപ്പം അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുമ്പോട്ട് വയ്ക്കുന്നത്? ജനാധിപത്യമാണോ? അവർക്ക് ജനാധിപത്യം എവിടെയാണ്? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വന്ന സ്ഥലങ്ങളിലെല്ലാം ജനാധിപത്യം ഇല്ലായ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യമില്ല എങ്കിൽ നമുക്ക് പിന്നെ നമ്മളുടെ അഭിപ്രായ പ്രകടനം നടത്താൻ എന്തെങ്കിലും. അതുകൊണ്ടാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്കെതിരെ കലാപങ്ങൾ ഉണ്ടാകുകയും കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പുതിയ തരത്തിൽ അവരുടെ സംഘടനാ സംവിധാനങ്ങളെ ജനാധിപത്യവൽക്കരിക്കേണ്ടത് ആവശ്യമാണ്. ജനാധിപത്യവൽകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയാകണം, തെറ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നേരത്തെ മുന്നോട്ട് വന്നിട്ടുള്ള പാർട്ടി സംവിധാനം എന്ന് പറയുന്ന മാർക്സ് മുന്നോട്ട് വെച്ചാൽ പകരം ലെനിൻ രൂപപ്പെടുത്തിയ ഒരു സംഘടനാ സംവിധാനം, അതാണ് ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് സംവിധാനം എന്ന നിലയ്ക്ക്, അല്ലെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംവിധാനം എന്ന നിലയ്ക്ക് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അത് കേന്ദ്രീകൃത ജനാധിപത്യം എന്നറിയപ്പെടുന്നതാണ്. ഈ കേന്ദ്രീകൃത ജനാധിപത്യമൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ പ്രാവർത്തികമായില്ലെങ്കിൽ അത് സ്വേച്ഛാധിപത്യത്തിന് തുല്യമായിട്ട് മാറി. അതാണ് ലോകത്തെല്ലായിടത്തും സംഭവിച്ചത്. അതുണ്ടാവാൻ പാടില്ല, അതിനെ അംഗീകരിക്കാനും പറ്റില്ല, പുതിയ കാലത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രവർത്തിക്കുമ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് അതിനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലത്തൊക്കെ പിണറായി വിജയനെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ട്, എന്തുകൊണ്ട് അദ്ദേഹം പാർട്ടി സംവിധാനത്തിന് അപ്പുറത്ത് നിന്ന് പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറി, ഒരു ഏകാധിപത്യ ശക്തിയായിട്ട് മാറി. അതിനെ എതിർക്കാൻ ഉള്ള ഒരു അധികാരവും അതേപോലെ തന്നെ സ്വാതന്ത്ര്യവും കേരളത്തിലിപ്പോൾ ഉള്ളതിൻ്റെ പേരിൽ അവർക്ക് പ്രശ്നങ്ങളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ദേശീയ ബോധത്തിന് യാതൊരു വിഘാതവും വിള്ളലും വീഴാതെ എങ്ങനെ വൈവിധ്യത്തെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ നാഷണാലിറ്റി, ഇന്ത്യക്ക് ഒരു ഇന്ത്യത്വം, ചൈനയ്ക്ക് ചൈനത്വം എന്ന് പറയുന്നതിന് നിലനിർത്താൻ പറ്റുന്ന തരത്തിൽ സാധ്യമായ ജനാധിപത്യ സംവിധാനം ആ രാജ്യത്തുണ്ടാവും. ഇന്ത്യയിൽ ഇപ്പൊ ഹിന്ദുത്വം മാറിയിട്ട് ഹിന്ദുത്വമായി. ഹിന്ദുത്വമാകുമ്പോൾ അത് മാറി, ഹിന്ദുത്വമാകുമ്പോൾ മാറി, ഇന്ത്യത്വം മാറി ഹിന്ദുത്വമായി കഴിയുമ്പോൾ പ്രശ്നം എന്താണ്? അത് അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യത്വം തന്നെയാണ് ഹിന്ദുത്വം, പേര് മാറ്റിയെന്നേ ഉള്ളൂ എന്നാ പറയുന്നത്. അങ്ങനെ പറയുന്നതിൽ കഥയില്ലല്ലോ. വസ്തുതകൾ നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെയാണ് ഹിന്ദുത്വം എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളൂ? ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ ഒരു ത്വമാണ്. അതിന് മുസ്ലിങ്ങളോ അതേപോലെ തന്നെ ക്രിസ്ത്യാനികളോ പാഴ്സികളോ സിഖുകാരോ ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവർ ഉൾക്കൊള്ളുന്നതല്ല അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ത്യത്വം എന്ന് പറയുന്നതാണ് വേണ്ടത് എന്ന് പറയും. ഇന്ത്യത്വം എന്ന് വരുമ്പോൾ അതിനെ എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്ന വിശാലതയുണ്ടത്, വലിപ്പമുണ്ടത്. മറ്റത് അങ്ങനെ ഭാരതീയത്വമായാലോ? ഭാരതീയത്വമായാലും എന്താ കുഴപ്പം? ഭാരതീയത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യത്വം, മനസ്സിലായി, ഹിന്ദുത്വമല്ല എന്നാണ് മനസ്സിലായി. അങ്ങനെ വന്നാൽ മാത്രമാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രസങ്കല്പം മാറിത്തീരും. അത് വലിയ ആവശ്യമാണ്. ശരിക്കും ബഹുസ്വരതയ്ക്കാണ് എപ്പോഴും പ്രാധാന്യമുള്ളത്. ആ ബഹുസ്വരത, ഇപ്പം മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആധുനിക കാലത്ത് കൂടുതൽ അംഗീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അതിനെ ആ ബഹുസ്വരതയെ പൂർണ്ണമായിട്ടും നിലനിർത്താനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിൽ തന്നെ അറിയാം, ഓരോ മനുഷ്യനും വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരമാണുള്ളത്.
ഭാഷയാണുള്ളത്, വസ്ത്രധാരണമുള്ള ജീവിത രീതിയാണ്, എല്ലാം അങ്ങനെയാണ്. അതിനെല്ലാം നമുക്ക് ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ നമ്മൾ വളരെ നല്ല ഒരു സംവിധാനത്തിനകത്ത് ജീവിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകും. അതാണ് പ്രധാനപ്പെട്ടത്. ചൈനയുടെ ഈ കാര്യങ്ങളൊക്കെ വിശദമായി നമ്മൾ പഠിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് കൂടി നമ്മുടെ തന്നെ ജീവിത രീതികൾ കൂടി എങ്ങനെ പാഠമായി തീരാം എന്തായാലും എന്ന് പറയുന്ന ഒരു അന്വേഷണം അതിനകത്തുണ്ട്. ന്യൂനപക്ഷങ്ങൾ ചൈനയിൽ വലിയ സുഖത്തിലൊന്നുമല്ല കഴിയുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളാൻ എപ്പോഴും ഭൂരിപക്ഷത്തിന് ഉള്ള വിമുഖതയാണ് അതിൽ പ്രകടമായി കിടക്കുന്നത്.